ചോദ്യപേപ്പർ ചോർച്ചയെയും മറ്റ് ക്രമക്കേടുകളെയും തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പുനഃപരീക്ഷ കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ ആരംഭിച്ചു. മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ സുപ്രധാന പരീക്ഷ രാജ്യത്തുടനീളമുള്ള 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് വീണ്ടും എഴുതുന്നത്. മുൻ പരീക്ഷയിലുണ്ടായ വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കുറ്റമറ്റ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്താകമാനം 551 നഗരങ്ങളിലായി 5440 പരീക്ഷാ കേന്ദ്രങ്ങളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് പുറമെ വിദേശത്ത് 14 കേന്ദ്രങ്ങളിലും പരീക്ഷ നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇത്തവണ കേന്ദ്രസേനയും പോലീസും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷ പദവി എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ തയ്യാറെന്ന് സണ്ണി ജോസഫ്. KPCC അധ്യക്ഷ പദവി എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ താൻ തയ്യാറാണെന്നും 2 ചുമതല വഹിക്കുന്നതിന്റെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചുവെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. തനിക്കെതിരെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് ആരാണെന്നറിയില്ല. നല്ല ഉദ്ദേശത്തിലും മോശം ഉദ്ദേശത്തിലും വെക്കുന്നുണ്ടാകാം. KPCC നിർദ്ദേശിക്കുന്ന ഏതൊരു സമയത്തും ചുമതല കൈമാറാൻ തയ്യാറാണ് മന്ത്രി പറഞ്ഞു. കോട്ടയത്ത് മന്ത്രിക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മറുപടി. UDF ഭരിക്കുന്ന പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ വൻ സാമ്പത്തിക തിരിമറി കണ്ടെത്തി. 13 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഈ ഗ്രാമസ്വരാജ് വഴി പഞ്ചായത്ത് നടത്തിയ പണമിടപാടിലാണ് ക്രമക്കേട്. ഡിജിറ്റൽ ഒപ്പ് ദുരുപയോഗിച്ച് ടെക്നിക്കൽ അസിസ്റ്റന്റായ വിദ്യ എന്ന ജീവനക്കാരി തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. 17 അനധികൃത ഇടപാടുകളിലൂടെ 12,90,550 രൂപ 2 സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ നടത്തിയ പരിശോധനയിൽ തുക ജീവനക്കാരുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 താൽക്കാലിക ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 60കാരി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം കുളത്തൂപ്പുഴ ചന്ദനക്കാവ് വടക്കേ ചെറുകര സ്വദേശിനി ചന്ദ്രികയാണ് മരിച്ചത്. രോഗലക്ഷണങ്ങൾ ഗുരുതരമായതിനെ തുടർന്നാണ് ചന്ദ്രികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ICUവിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നും നാളെയും ശക്തമായ മഴ. 8 ജില്ലകളിൽ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. അടുത്ത 5 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലുമാണ് മുന്നറിയിപ്പ്.